പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മെ പൂർണ്ണമായി, നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായി, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധ ത്രിത്വത്തിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, പ്രത്യേകിച്ച് തിരുസഭയുടെ മേൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്, കുടുംബങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രിയ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥകളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭയിലും ഐക്യത്തിൻ്റെ ചൈതന്യമായി ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഭയ്ക്ക് ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകണം. അത് എന്തിൻ്റെ അഭിഷേകമാണ്? അത് ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്വർഗാരോഹണ സമയത്ത് എനിക്ക് തോന്നുക ഈശോയ്ക്ക് ഒരേ ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റൊന്നായിരുന്നില്ല, താൻ തിരഞ്ഞെടുത്ത അപ്പസ്വലന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും അധികാരത്തിനു വേണ്ടിയുള്ള അവരുടെ വടംവലിയുമായിരിക്കും ഈശോ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അങ്ങനെ പരസ്പരം ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാരെ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഒരുമിച്ച് കൂട്ടി ആത്മാഭിഷേകത്തിന് വേണ്ടി അവരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ്.
അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോട് മറ്റു സ്ത്രീകളോടും യേശുവിൻ്റെ സഹോദരങ്ങളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക. പരസ്പരം കലഹിച്ചിരുന്ന ഭിന്നിച്ചിരുന്ന അപ്പോസ്തലന്മാരെ ഒരുമിച്ച് ചേർത്ത് ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കി ലോകത്തെ മുഴുവനും കീഴിന്മേൽ മറിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ അവരെ ഒരുക്കിയത്, ആത്മാഭിഷേകത്തിന് വേണ്ടി അവരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഈ ഒരു ഒരുമയുടെ അഭിഷേകം നമ്മുടെ സഭയിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്നിച്ചു നിൽക്കുന്ന ഒരു സഭ, ഒന്നിച്ചു നിൽക്കുന്ന കുടുംബം, അവിടെ വിജയമുണ്ടാകുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒരു സഭ, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഒരു എളിയ വിശ്വാസി എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒത്തിരിയേറെ വേദനകൾക്ക് നമ്മളൊക്കെ സാക്ഷികളായിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ ശത്രുക്കൾക്ക് അടിക്കാനുള്ള വടി നമ്മൾ തന്നെ കൊടുക്കുകയാണ്. എങ്ങനെ സഭയെ തകർക്കണമെന്ന് ആലോചിക്കുന്ന നാരകീയ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ വടി കൊടുത്ത് അടിമേടിച്ച് നമ്മുടെ വിശ്വാസത്തെ ശിഥിലമാക്കാൻ നമ്മളുടെ ഇടയിലുള്ളവർ തന്നെ ഇന്ന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വളരെ ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കണം. സഭയെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏതൊരു വിശ്വാസിയും ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പല വിവാദങ്ങളുണ്ടായപ്പോൾ സഭയ എതിരാളികളോട് കൂടെ നിന്ന് സഭയെയും ക്രിസ്തുവിനെയും ഒക്കെ അധിക്ഷേപിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ്. ഈ ഒരു പ്രവണതയ്ക്ക് മാറ്റം വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് ഞാൻ. ഈ സമയത്ത് എന്നെപ്പോലെ നിങ്ങൾ പലരും യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ പല ഭാഗങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. സീറോ മലബാർ സഭയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന, ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു രീതിയിൽ, വേറൊരിടത്ത് ചെല്ലുമ്പോൾ മറ്റൊരു രീതിയിൽ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏകീകരണമില്ലാത്ത കുർബാനയുടെ ക്രമം. ഓരോ സ്ഥലത്തും ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു രീതി ഒരു സീറോ മലബാർ സഭയിലെ വിശ്വാസി എന്ന നിലയിൽ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. നാളുകളായി ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ വ്യക്തിസഭയ്ക്ക് ഏകീകൃതമായ ഒരു കുർബാന ക്രമമുണ്ടാകണമെന്ന്. എന്നെപ്പോലെ പ്രാർത്ഥിച്ചിട്ടുള്ള അനേകായിരം വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞത്, സീറോ മലബാർ സഭയ്ക്ക് ഏകീകൃതമായ ഒരു കുർബാന ശൈലി, ആരാധന ശൈലി ഉണ്ടാകണം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 22ഓളം റീത്തുകളുണ്ടെന്നാണ് എനിക്കറിയുന്നത്. ഈ റീത്തുകളിൽ ആരാധനക്രമത്തിൽ ഏകീകൃതമില്ലാത്ത ഒരു സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ്. മലങ്കര സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും മറ്റെല്ലാ സഭകൾക്കും അവരുടേതായ ആരാധന ക്രമമുണ്ട്, അതിനൊരു ഏകീകൃത സ്വഭാവമുണ്ട്. എന്തിന്? പരസ്പരം മത്സരിക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ ആരാധനക്രമത്തിൽ ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. അതില്ലാത്തത് സീറോ മലബാർ സഭയിലാണ്. ഒത്തിരി സന്തോഷിച്ചു, ഒരു ഏകീകൃതമായ സ്വഭാവം പരിശുദ്ധ കുർബാനയ്ക്കുണ്ടാകുന്നുവെന്ന്.
ആരാധന ക്രമത്തിലുണ്ടാകുന്നുവെന്ന്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെയും ശത്രുവിന് അടിക്കാൻ വടി നമ്മൾ തന്നെ കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു പോസ്റ്റ് കണ്ടു. കുർബാന ഏകീകൃതമാക്കിയാൽ, ഏകീകൃത സ്വഭാവത്തിൽ കുർബാന ചെല്ലേണ്ടി വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ കുറിപ്പ്. ആ അച്ഛന് പിന്തുണ പ്രഖ്യാപിച്ച് കുറേ സഭാ സംരക്ഷകരെന്ന് പറഞ്ഞ കുറേ പേര് അതിൻ്റെ പുറകെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂദാസിൻ്റെ പിൻഗാമികൾ ഇന്ന് സഭയിലുണ്ട്. അവർക്ക് പറ്റിയത് യൂദാസിൻ്റെ പണി തന്നെയാണ്. ആ പണി വേഗം അവർ ചെയ്യണം. ഒരു പുരോഹിതനാകുമ്പോൾ മാർപ്പാപ്പായെയും മെത്രാനെയും അംഗീകരിക്കാമെന്ന് പ്രതിജ്ഞ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയ പൗരോഹിത്യം സ്വീകരിക്കുന്നത്, അത് ധിക്കരിക്കുന്നതിലൂടെ തന്നെ മാർപ്പാപ്പായെയും സഭയുടെ തലവനെയും മെത്രാനെയും ധിക്കരിക്കുന്നതിലൂടെ തന്നെ ഒരു പുരോഹിതൻ സഭയ്ക്ക് പുറത്താണ്. എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ പുരോഹിതർ എന്നോട് പൊറുക്കണം, ഞാനിത് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ വേദന കൊണ്ടാണ് ഞാനിത് പറയുക. എനിക്ക് പ്രതിസ്ഥാനീയരായ അനേകം വൈദികരുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരായ അനേകം വൈദികരുണ്ട്, സഹോദരതുല്യരായ അനേകം വൈദികരുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച വിനിശേഷൻ സഭയിലെ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പയ്ക്കലച്ചൻ എനിക്ക് പ്രതിതുല്യനായ പുരോഹിതനാണ്. അങ്ങനെ നൂറുകണക്കിന് പുരോഹിതർ അനുസരണത്തിലും വിശുദ്ധിയിലും പരിപാലിക്കുന്ന ഈ സഭയിൽ അനുസരണക്കേടിൻ്റെ തന്നിഷ്ടത്തിൻ്റെ ചില വ്യക്തികൾ ഉണ്ടാകുമ്പോൾ അത് ഓരോ വിശ്വാസിയെയും വേദനിപ്പിക്കും. വിശുദ്ധ കുർബാനയിൽ രണ്ടും മുറിക്കപ്പെടലുണ്ടെന്നാണ് സഭ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് അപ്പത്തിൻ്റെ മുറിക്കലും, രണ്ട് വചനത്തിൻ്റെ മുറിക്കലും. ഈ വചനത്തിൻ്റെ മുറിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രണ്ട് സ്വഭാവം. ഒന്ന് വചനമായ ക്രിസ്തുവിനെ മുറിച്ചു നൽകുക, രണ്ട് അപ്പമായ ക്രിസ്തുവിനെ മുറിച്ചു നൽകുക. വചനമായ ക്രിസ്തുവാണെങ്കിലും അപ്പമായ ക്രിസ്തുവാണെങ്കിലും ആ ക്രിസ്തുവിന് ഒരു സ്വഭാവമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. ഭിന്നതയുടെ സ്വഭാവമല്ല, വെറുപ്പിൻ്റെ സ്വഭാവമല്ല, അഹങ്കാരത്തിൻ്റെ സ്വഭാവമല്ല, വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെ സ്വഭാവമല്ല, മറിച്ച് ഒരേ ഒരു സ്വഭാവം, അത് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്നേഹത്തിൻ്റെ സ്വഭാവമായ ക്രിസ്തുവിനെ വിഭജിച്ചു നൽകേണ്ട വചനവേദി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ വേദനിക്കുന്നത് ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആരോടാണ് താല്പര്യം? നമ്മുടെ പിടിവാശികളോടോ അതെയോ ക്രിസ്തുവിനോടോ അവൻ്റെ സഭയോടോ? ആത്മാർത്ഥതയോടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മളൊന്നും ഭിന്നതയിൽ കഴിയേണ്ടവരല്ല, ഒരു മനസ്സോടെ കഴിയേണ്ടവരാ, ഒരു ഹൃദയത്തോടെ കഴിയേണ്ടവരാ. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും സഭയുടെ ചൈതന്യവും അതാണെന്നാണ് എളിയവനായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞങ്ങളാര് സഭാ വിരോധികളല്ല, സഭയെ അനന്തമായി സ്നേഹിക്കുന്നവരാ. ഞങ്ങളുടെ വ്യക്തിസഭയെ ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്നവരാ. പക്ഷേ ചില സത്യങ്ങൾ ഞങ്ങളായിട്ട് പറയാതിരുന്നാൽ ഒരുപക്ഷെ ഞങ്ങളുടെ സ്ഥിതി അധോഗതിയാകും. പരിശുദ്ധാത്മാവ് പറയാൻ ഈ കാലഘട്ടത്തിൽ അതിശക്തമായി പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. കുർബാനയുടെ ഏകീകരണം, ആരാധനയുടെ ഏകീകരണം, സഭയുടെ യോജിപ്പ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. സഭയെ തകർക്കുന്ന എല്ലാ ശക്തികൾക്കുമെതിരെ സഭ ഒന്നിച്ചു നിൽക്കണം, സഭാ മക്കൾ ഒന്നിച്ചു നിൽക്കണം. ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഐക്യത്തിൻ്റെ ഒരു അരൂപിയാണ്, ഭിന്നതയുടെ അരൂപിയല്ല. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ, നമ്മുടെ പെൺകുട്ടികളെ തകർക്കാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിഥിലീകരണ ശക്തികളുടെ കയ്യിലെ ഉപകരണങ്ങളായി ഒരു വ്യക്തിയും മാറരുത്, ഒരു കുടുംബം മാറരുത്, ഒരു വൈദികൻ മാറരുത്, ഒരു സന്യാസിനി മാറരുത്.
ഒരു വിശ്വാസിയും മാറരുത്. ഈ കാലഘട്ടത്തിൽ സഭയുടെ ഐക്യത്തിന്, സഭയുടെ ഒരുമിപ്പിന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി ഇവിടെയാണ്. ഭിന്നതകളെ ഒഴിവാക്കി ഒരുമിച്ച് നിന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മളൊക്കെ മാറാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, സകല ഭിന്നതകളും മറന്ന് ക്രിസ്തുവിന് വേണ്ടി ഒന്നാകാൻ, ക്രിസ്തുവിന് വേണ്ടി ഒന്നാകാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയാകുന്ന മഹാസാഗരത്തിൽ നിന്നും അനുഗ്രഹം തേടാം. നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവു നിറഞ്ഞവളെ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവു നിറഞ്ഞവരായിട ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവു നിറഞ്ഞവളെ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവു നിറഞ്ഞവരായിട ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആദിമസഭയിൽ സ്ലീഹന്മാരിൽ ആത്മാവു നിറഞ്ഞതുപോ നിൻ മക്കളിലും ആത്മാവു നിറയാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആദിമസഭയിൽ സ്ലീഹന്മാരിൽ ആത്മാവു നിറഞ്ഞതുപോ നിൻ മക്കളിലും ആത്മാവു നിറയാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രിയമുള്ളവരെ, നമ്മളുടെ മരിയൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോ മിശിഹായെ, ദിവ്യകാരുണ്യനാഥനെ നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. നമ്മുടെ സകല രോഗങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും പാപത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും ലോകം മുഴുവനെയും കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ച് ആരാധിക്കാം. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ആരാധന അങ്ങേക്കാരാധന. സ്വരമുയർത്തി പാടി ആരാധിക്കാം. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. അധരം തുറന്ന് ചേർന്ന് പാടി എല്ലാവരും. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന.
അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 8 നോമ്പിൽ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മരിയൻ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്ത എല്ലാ നിയോഗങ്ങളും, ലോക സുവിശേഷവൽക്കരണം, ലോകം മുഴുവൻ്റെയും മാനസാന്തരം, വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നിയോഗം വെക്കുക ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിന് വേണ്ടിയാണ്, തകർന്ന കുടുംബങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയാണ്, ലോകം മുഴുവൻ്റെയും ഐക്യത്തിന് വേണ്ടിയാണ്. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ രോഗത്താൽ, കഷ്ടതകളാൽ വേദനിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. കടബാധ്യതകളാൽ, സാമ്പത്തിക പ്രതിസന്ധികളാൽ, മറ്റ് ഭൗതികമായ അനേകം കാര്യങ്ങളുണ്ട്. ജോലിയില്ല, പരീക്ഷയിൽ വിജയമില്ല, ഒക്കെ കഷ്ടപ്പെടുന്ന നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച സകലരെയും സമർപ്പിക്കാം. ആത്മീയമായി തകർന്നിരിക്കുന്ന, പാപത്തിൻ്റെ പടുക്കുഴിയിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന നമ്മുടെ ഓരോ പ്രിയപ്പെട്ട മകനെയും മകളെയും സമർപ്പിക്കാം. പരമപരിശുദ്ധയായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തിന് ഒരുങ്ങുമ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായി പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന സകലരെയും പരിശുദ്ധിയിലേക്ക് നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപൻ കർത്താവിനോട് പറഞ്ഞില്ലേ, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, നീ ഒന്ന് അരുൾ ചെയ്താൽ മതി. നമുക്കും കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ വീട്ടിൽ വരുവാൻ, എൻ്റെ ജീവിതത്തിൽ വരുവാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതകളുമില്ല. നീ ഇപ്പോൾ ഞങ്ങളോടൊന്ന് കൽപ്പിക്കണമേ കർത്താവേ, നീ ഇപ്പോൾ ഞങ്ങളോടൊന്ന് കൽപ്പിക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൽപ്പിക്കണമേ, ലോകം മുഴുവനോട് കൽപ്പിക്കണമേ. നിന്നിൽ പരിപൂർണമായി വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തോടെ ഈരടികളോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി കർത്താവേ കൽപ്പിക്കണമേ, എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്ത
പറയാത്തതെന്തുള്ളൂ, ഒരു വാക്കുമതി ഈശോ കൽപ്പിക്കണമേ. എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. രണ്ട് കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കേട്ടു, സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ അമ്മയാണ്. ഭിന്നതയിൽ പരസ്പരം മത്സരിച്ച് കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാരെ പരിശുദ്ധ അമ്മയാണ് ഒരുമിച്ച് ചേർത്ത് ആത്മാഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയത്. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യം ലോകം മുഴുവൻ കത്തിപ്പടരാൻ അപ്പസ്തോലന്മാരെ പ്രാപ്തരാക്കിയത് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ സഭയെ, കത്തോലിക്ക സഭയെ എല്ലാ ഭിന്നതയിൽ നിന്നും സംരക്ഷിക്കണമേ. ലോകം മുഴുവനെ എല്ലാ ഭിന്നതകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഐക്യത്തിൻ്റെ മാതൃകയാകുവാൻ സഭയെയും കുടുംബങ്ങളെയും പ്രാപ്തരാക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മണവാള, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഭയ്ക്കും ലോകം മുഴുവനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഒരു പുതിയ അഭിഷേകം നൽകണമേ, ഒരു പുത്തൻ അഭിഷേകം നൽകണമേ, ഒരു കൂട്ടായ്മയുടെ അഭിഷേകം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ആദിമ സഭയ്ക്ക് അങ്ങ് നൽകിയ അഭിഷേകം കൂട്ടായ്മയുടെ അഭിഷേകമാണ്. ആ കൂട്ടായ്മയുടെ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് നൽകണമേ കർത്താവേ. ഒരു പുതിയ അഭിഷേകം, ഒരു കൂട്ടായ്മ ചൈതന്യം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കും ലോകത്തിനും സഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളിലും സഭയിലും ലോകം മുഴുവനും നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ, ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ലോകം മുഴുവനെയും പരിശുദ്ധ കത്തോലിക്ക സഭയെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം നൽകണമേ, കൂട്ടായ്മയുടെ ഒരു അഭിഷേകം നൽകണമേ, ആദിമ ക്രൈസ്തവ സഭയുടെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ.
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും